ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആഗ്രഹത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു എണ്ണയാണ് പാം ഓയിൽ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതാണ് എണ്ണപ്പന. എണ്ണപ്പനയിൽ നിന്നുള്ള കായിൽ നിന്നാണ്, ഫ്രൂട്ട്സിൽ നിന്നാണ് നമുക്ക് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഈ കായിൽ നിന്നുമാണ്, കായുടെ തൊണ്ട് ഭാഗത്തു നിന്നാണ് നമുക്ക് പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിലെ പഴുത്ത കായകൾ ഇതിനെ ആട്ടി ഇതിൻ്റെ തൊലി ഭാഗത്തു നിന്നാണ്, ഇതിൻ്റെ പുറഭാഗത്തു നിന്നുമാണ്, തൊണ്ട് ഭാഗത്തു നിന്നുമാണ് നമുക്ക് പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് പാം ഓയിലല്ല, ഇത് ക്രൂഡ് പാം ഓയിലാണ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നേരിട്ട് നമ്മുടെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ക്രൂഡ് പാം ഓയിലാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ നിന്നാണ് പിന്നെ പല പ്രോസസ്സിലൂടെയാണ് ഈ ക്രൂഡ് പാം ഓയിൽ നിന്നാണ് നമുക്കത് പാം ഓയിലായി വേർതിരിച്ച്. ഇത് അതിൻ്റെ അകത്തുള്ള കുരുവാണ്. ഇതിൻ്റെ അകത്തുനിന്നുള്ള കുരുവിൽ നിന്നുള്ള അതിൻ്റെ അകത്തു നിന്നുള്ളത് പരുപ്പാണ് കഴിക്കുന്നത്. ഇതിൽ നിന്ന് ആട്ടിയെടുക്കുന്നത് കേൻ ഓയിൽ എന്ന് പറയുന്ന ഒരു ഉൽപ്പാദനമാണ്. ഇത് ഭക്ഷ്യയോഗ്യമല്ല. ഇത് നമ്മൾ കൂടുതലായി സോപ്പ് ഉണ്ടാക്കുവാനും സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കുവാനാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് ഈ പാം ഓയിലാണ്. ഇതിൻ്റെ പുറഭാഗത്തു നിന്ന്, തൊലിഭാഗത്തു നിന്നും, തൊണ്ട് ഭാഗത്തു നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയാണ് നമുക്ക് ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെടുക്കുന്ന തേങ്ങ. ഇതാണ് ആട്ടി കേൻ ഓയിൽ എന്ന ഉൽപ്പാദനം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കണ്ട് തൊണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് നെക്കിയാൽ തന്നെ ഇത് പഴുത്തതുകൊണ്ടാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് നെക്കിയാൽ തന്നെ ഇതിൻ്റെ എണ്ണ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ്. ഈ എണ്ണയാണ് ആട്ടി പല പ്രോസസ്സിലൂടെ വന്ന് ഇതിൻ്റെ നിന്ന് ജലാംശം മാറ്റുകയും മറ്റുള്ള ശരീരത്തിൽ ദോഷകരമായ പല ഘടകങ്ങളെയും മാറ്റിക്കൊണ്ട് ഭക്ഷ്യയോഗ്യമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പാം ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏരൂർ എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നേരിട്ട് പാം ഓയിൽ ആക്കുകയല്ല ചെയ്യുന്നത്. ക്രൂഡ് പാം ഓയിൽ ആക്കിയ ശേഷം ഇത് മറ്റുള്ള കമ്പനികൾ വാങ്ങിക്കൊണ്ടുപോയി ഇതിനെ പാം ഓയിൽ വേർതിരിച്ച് പാം ഓയിൽ ആക്കുകയാണ്. പാം ഓയിൽ മറ്റു ഉൽപ്പന്നങ്ങളിൽ നിന്നും ഈ ക്രൂഡ് പാം ഓയിലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എണ്ണകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൂടുതലായി പാം ഓയിലാണ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യൻ പാം ഓയിൽ ലിമിറ്റഡ് ഇന്ത്യയുടെ കീഴിൽ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെയാണ് ഈ പാം ഓയിലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് പാം ഓയിലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് പാം ഓയിൽ പിന്നെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രൂഡ് പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാം ഓയിൽ ഇന്ത്യൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.